ഇന്നെന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പുറത്തുപോയി ഫുഡ് കഴിച്ചാലോ? ഫുഡ് കഴിക്കാം. അതും നല്ല ഐഡിയ. പക്ഷേ പൈസ എന്താക്കും? എൻ്റെ എൻ്റെ ഒരു കയ്യിൽ എന്താ അങ്ങനെ ഞായറാഴ്ച ടൂസിന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് നോക്കി ഞങ്ങൾ രണ്ടുപേരും പുറത്തുണ്ട്. സംഭവം കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഗർഭിണികളും കുട്ടികളും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഓട്ടത്തിൽ കൺഫ്യൂഷൻ. ഈ ചെക്കൻ്റെ ആളാ പെണ്ണിന്റെ ആളാ? ഞാൻ പെണ്ണിന്റെ ആളാ. ഞാൻ ചെക്കൻ്റെ ആള്. എന്റെ ചങ്കിന്റെ കല്യാണമാണ്. നമ്മളമ്മാവാന്ന് വിളിച്ച് കയറി ചെല്ലുന്നു. അത്രേ ഉള്ളൂ. ചെന്ന് കയറിയതും ഫുഡ് കഴിക്കാൻ മോശം. ആദ്യം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ സെറ്റാകുന്നത്. പിന്നെ പതുക്കെ ഉള്ളിൽ കയറി പരിചയമുള്ള ആരെയും ഇട്ടോ നോക്കി ഉണ്ടെങ്കിൽ വേഗം മുങ്ങാരോ. പിന്നെ കുറച്ച് നേരം മൊബൈലിൽ കളിച്ചിരുന്നപ്പോഴാണ് എല്ലാവരും ഒരു സ്ഥലത്തൊക്കെ പോകുന്നത്. അതെ, ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഞങ്ങൾ നൈസായിട്ട് അവരോട് കൂടി കയറിയിട്ട് പോകാൻ നോക്കി. അവിടെ എല്ലാവരും അമ്പലക്കുറൊക്കെ നോക്കി ഒരാൾ കയ്യെ കൊടുക്കുന്നുണ്ടോ. പിന്നെ അച്ഛനാണാവോ എന്നാ വേഗം മാറിക്കളയാം. അങ്ങനെ മറ്റുള്ളവരെ നോക്കി എടുത്ത സമയം കളഞ്ഞിട്ട് ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കിടന്നു. അതെ, ഫുഡ് അടിക്കുക. അതാണ് നമ്മുടെ മെയിൻ. ദോഷം പറഞ്ഞതല്ലോ, ആ അടിപൊളി ഫുഡായിരുന്നു. അത് കഴിച്ചിട്ടുള്ള ഇരുത്താണ് ഇപ്പം ഇങ്ങനെ കാണുന്നത്. പിന്നെ അവരെ പിടിച്ച് പുറത്താക്കാൻ ഇപ്പം നീച്ചു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമോ ജിലേബി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ. പക്ഷെ എന്തോ കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഇനി കുട്ടിയോട് തന്നതാണാവോ. പിന്നെ പെണ്ണിന് വരില്ല വെയിറ്റിംഗാ. ഞങ്ങളും കണ്ടിട്ടില്ല. പെണ്ണിനെ കാണാത്തോണ്ട് തൽക്കാലം പെൻഷനുള്ള പെണ്ണുങ്ങളെ നോക്കി സമയം കളഞ്ഞു. അപ്പതേ ഗ്രാൻഡ് എൻട്രി. കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാർത്ഥം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്.